പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. ACNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഇളയവന് കടന്നു വരുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നും അതേ വിഷയത്തിൻ്റെ 8ാമത്തെ ഭാഗം നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് സ്തോത്രം. ലോകസംഭവങ്ങൾ ദൈവവചനവുമായിട്ട് നാം താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് നമ്മോട് അടുത്തിരിക്കുന്നതിനാൽ ഏറ്റവും വളരെ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയും ദൈവവചനത്തിൻ്റെ വസ്തുതകളെ നാം അറിയേണ്ടും പോലെ അറിയുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വൈകിയ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി മനുഷ്യത്വം, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ അതിൻ്റെ 8ാമത്തെ ഭാഗം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ആധികാരികമായി പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തോളം അവൻ്റെ മനുഷ്യത്വത്തിനും പ്രാധാന്യത ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. സ്തോത്രം. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നതുപോലെ അവൻ്റെ മനുഷ്യത്വവും ആദിയിൽ അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വവും എന്ന വിഷയം പഠിക്കേണ്ടതുപോലെ പഠിക്കുകയും അതിൻ്റെ വസ്തുതകൾ ഗ്രഹിക്കുകയും ചെയ്താൽ മാത്രമേ ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ളതായ മറ്റ് സംശയങ്ങൾക്ക് ഇടവരാതെ ദൈവത്തെക്കുറിച്ചുള്ള സത്യം നമുക്ക് പഠിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും നാം വ്യക്തമായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ളതായ വസ്തുതകൾ നമുക്ക് ഗ്രഹിക്കുവാനെ കൊണ്ട് ബുദ്ധിമുട്ടായിത്തീരും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ അന്ത്യകാലത്ത് അനവധി വ്യാജ ഉപദേശങ്ങൾ ലോകത്തിൽ കടന്നു കയറിയിട്ടുള്ളത് കൊണ്ട് സത്യവചനത്തെ ശരിയായി പഠിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഏകസത്യ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടും പോലെ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിയുവാൻ കഴിയാതെ, സ്തോത്രം, നമുക്ക് അത് മറവായിരിക്കുന്നു എങ്കിൽ വാസ്തവമായിട്ടും സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിയുവാനും സത്യവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാനും നമുക്ക് സാധിക്കാതെ പോകും എന്നുള്ളത് കൊണ്ട്
യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ചില വേദഭാഗങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കേൾവിക്കാരായിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയം സ്തോത്രം കേൾക്കുവാൻ ആവശ്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ളതായ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്ന് അതിൻ്റെ 20-ാമത്തെ വാക്യഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സകലത്തെയും സ്തോത്രം അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നിയെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പ്രസാദമാണ് അരുമനാഥനായ കർത്താവ് ക്രൂശിൽ തൻ്റെ ജീവനെ വെടിയുവാനിടയായി തീർന്നത്. സ്തോത്രം. അത് എന്തിനു വേണ്ടിയായിരുന്നു? അവൻ്റെ ക്രൂശീകരണം അഥവാ ക്രൂശ് മരണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുവാൻ കഴിയുന്ന സംഗതിയാണ്. സ്തോത്രം. അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാം മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നവരായിരുന്നു, ദൈവത്തിന് ശത്രുക്കളായിരുന്നു. എന്നാൽ അരുമനാഥനായ കർത്താവിൻ്റെ മുമ്പിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി കുറ്റമില്ലാത്തവരുമായി നിൽക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അവൻ ഇപ്പോൾ തൻ്റെ ശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിക്കുവാനിടയായി തീർന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാൽവറി ക്രൂശിൽ വെച്ച് ശത്രുത്വം അവൻ ഇല്ലാതെയാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇരുപക്ഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ യഹൂദനും ജാതികളും കൂടാതെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരും കൃപയുടെ പ്രമാണത്തിന് കീഴിലുള്ളവരും ഇങ്ങനെ ഇരുപക്ഷത്തുമുള്ളതായ ആളുകളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തിൽ സർവശക്തനായ ദൈവത്തോട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള ശത്രുത്വം നീങ്ങി, യഹൂദനും ജാതികളും തമ്മിലുള്ളതായ ശത്രുതയും നീങ്ങി, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഇരുപക്ഷക്കാർക്കും ഒന്നായി തീരുവാനുള്ളതായ അവസരമുണ്ടായത്, ഒന്നായി തീരുവാൻ കഴിഞ്ഞത് എന്ന് ദൈവവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവവും മനുഷ്യനുമായി ശത്രുതയിലായി തീരുവാനിടയായി തീർന്നു. ആ ശത്രുത നീക്കിയെടുക്കുക,
യഹൂദനും ജാതികളും തമ്മിലുള്ളതായ ശത്രുതയും നീങ്ങി ക്രിസ്തുവിലുള്ളതായ വിശ്വാസത്താൽ ഇരുപക്ഷക്കാർക്കും ഒന്നായി തീരുവാനുള്ളതായ ഒരു അവസരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർത്താവ് കാൽവറിയിൽ താൻ യാഗമായി തീരുവാനിടയായി തീർന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ പിതൃപാരമ്പര്യം അത് വ്യർത്ഥമായിട്ടുള്ളതായിരുന്നു, പ്രയോജനമില്ലാത്തതായിരുന്നു. അങ്ങനെയുള്ളതായ നമ്മുടെ മുൻകാല പ്രവൃത്തികൾ അല്ലെങ്കിൽ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്നോ വെള്ളിയോ വിലയേറിയ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് അല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെയോ നമ്മെ വീണ്ടെടുത്തത് സ്തോത്രം ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. അവൻ്റെ പ്രാണൻ നമ്മുടെ പ്രാണന് വേണ്ടി മറുവിലയായി നൽകിയത് കൊണ്ടാണ് നമുക്ക് ഈ ആത്മരക്ഷ അനുഭവിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം നമുക്ക് പരിശോധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ളതായ വേദഭാഗങ്ങളാണ് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇവിടെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, യാക്കോബ്, ഇസഹാക്കിന്റെ മകനായ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠന് ലഭിക്കേണ്ടുന്നതായ അനുഗ്രഹങ്ങളും അവകാശങ്ങളുമൊക്കെ സ്വന്തമാക്കിയ ശേഷം തൻ്റെ പിതാവായ ഇസഹാക്കിന്റെ നിർദ്ദേശപ്രകാരം താൻ ബേർശേബയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാണ്. ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. കാരണം കനാന്യ കന്യകമാരിൽ ആരെയും നീ വിവാഹം കഴിക്കാതെ നിന്റെ അമ്മയായ റിബേക്കയുടെ അപ്പനും സഹോദരനും ഒക്കെ പാർക്കുന്ന ഹാരാനിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മക്കളിൽ ഒരുവളെ വിവാഹം കഴിക്കണം എന്ന യാക്കോബിന്റെ നിർദ്ദേശാനുസരണമാണ് അവൻ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ അവൻ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത്
തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അങ്ങനെ താൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയാണ്: ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ആയിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം നമ്മുടെ അരുമനാഥനായ കർത്താവിനെ സാദൃശീകരിച്ചാണ് ഈ വിഷയം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ആ കോവണി കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. അതിൻ്റെ ആത്മീയ വശമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ ഒരു പാദം സ്വർഗത്തിലായിരിക്കുമ്പോൾ മറുപാദം ഭൂമിയിലായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. യാക്കോബ് കണ്ട കോവണി ക്രിസ്തുവിന് സദൃശ്യമായിരുന്നു എന്നും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് സ്വതന്ത്രം അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തമായി തീരേണ്ടതിന് വേണ്ടിയാണ് അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത്. എന്നാൽ അവൻ കേവലം മനുഷ്യനായിരുന്നില്ല, അവൻ സർവശക്തനായ ദൈവമായിരുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം പഠിക്കുമ്പോൾ സ്തോത്രം അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ളതായ ബന്ധമെന്താണ്, അന്തരമെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ തെറ്റി ഉഴലുന്നവരായി തീരുവാനിടയാകും. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ വസ്തുതകൾ തിരിച്ചറിയുവാൻ കഴിയാത്തതിനാൽ പല നിലകളിലുള്ളതായ അന്ധമായ ചിന്തകളും വിശ്വാസങ്ങളും മൂലം അനേകരും ദൈവത്തിൽ നിന്ന് തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടും പോലെ നാം അറിഞ്ഞ് അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ ഈ അന്ത്യകാലത്ത് നമുക്ക് ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാനുള്ളതായ അവസരം ലഭിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിൽ നമുക്ക് ചെന്ന് ചേരുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, വിശ്വസിക്കുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതായ വസ്തുത നാം അറിയണം. അതങ്ങനെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുവാനിടയായിത്തീരും. സ്തോത്രം. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ പ്രാണൻ മൂലം അവൻ്റെ ജീവൻ മൂലം പ്രായശ്ചിത്തം വരുത്തി, പാപത്തിന് പരിഹാരം വരുത്തി, ആ സ്തോത്രം അത് പ്രായശ്ചിത്തമാകുവാൻ വേണ്ടി ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ അരുമനാഥനായ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ദൈവം തൻ്റെ പൊറുമയിൽ
മുൻകഴിഞ്ഞ പാപങ്ങളെ പുറമയിൽ എന്ന് പറയുമ്പോൾ അവൻ്റെ സ്തോത്രം ദീർഘക്ഷമ എന്നുള്ളതിനെയാണ് അവിടെ ആശയമാക്കുന്നത്. അവൻ്റെ ആ ക്ഷമയിൽ, ദീർഘക്ഷമയിൽ മനുഷ്യൻ്റെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തൻ്റെ നീതിയെ ലോകത്തിൽ പ്രദർശിപ്പിക്കുവാൻ താൻ, സ്തോത്രം, തൻ്റെ രക്തം മൂലം സ്തോത്രം പ്രായശ്ചിത്തമാകുവാൻ താൻ സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പ്രായശ്ചിത്തമാകുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ പിന്നീട് അവിടെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തും, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായി യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു വിഭാഗം ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, ഒരു വിഭാഗം ആളുകളുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയല്ല, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ പരിശുദ്ധനായ കർത്താവ് മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മനുഷ്യത്വം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുകയും, സ്തോത്രം, അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വളരെയധികം പ്രയോജനപ്രദമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവൻ പ്രായശ്ചിത്തയാഗമായി തീർന്നത്, സർവ്വലോകത്തിൻ്റെ പാപത്തിനും വേണ്ടിയാണ് അവൻ പ്രായശ്ചിത്ത മരണം സ്വീകരിക്കുവാൻ ഇടയായി തീർന്നത് എന്നും ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശമായി തീരുവാൻ ആവശ്യമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സകല ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ മഹാകരുണയുള്ളവനാണ്, ദൈവകാര്യത്തിൽ വിശ്വസ്തനാണ്, മഹാപുരോഹിതനാണ്, സകലത്തെയും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യമാക്കി തീർക്കുവാൻ ആവശ്യമായിരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. പ്രായശ്ചിത്തം ദൈവത്തിൻ്റെ നീതി നടത്തുവാനും അതേസമയം തന്നെ പാപികൾക്ക് മാപ്പ് കൊടുക്കുവാനുമുള്ള അടിസ്ഥാനമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ മരണം കുറ്റക്കാരും പാപികളുമായവർക്ക് മാപ്പ് നൽകുവാൻ കഴിയുന്ന ഒരു അടിസ്ഥാനമായി തീർന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ നീതി നടത്തുവാനും അതേസമയം തന്നെ പാപികൾക്ക് മാപ്പ് കൊടുക്കുവാനുമുള്ള അടിസ്ഥാനമായിരുന്നു കർത്താവിൻ്റെ പ്രായശ്ചിത്ത യാഗമെന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണം കുറ്റക്കാരും പാപികളുമായവർക്ക് മാപ്പ് നൽകുവാൻ കഴിയുന്ന ഒരു അടിസ്ഥാനമായിട്ടാണ് ദൈവം സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നത് എന്നും ദൈവവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
അവൻ കേവലം ഒരു മനുഷ്യൻ ആയിരുന്നില്ല. യഥാർത്ഥമായി ദൈവമായവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി മരണം സ്വീകരിക്കുവാൻ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നവനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചന സത്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. തിമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ദൈവം ഒരുവനാണ്, അവനല്ലാതെ വേറൊരു ദൈവമില്ല. ആ ദൈവമാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥരായി തീരുവാൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീരുവാൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം തന്നെയാണ് മനുഷ്യനായി ലോകത്തിലേക്ക് വെളിപ്പെട്ട് വരുവാനിടയായി തീർന്നത്. സ്തോത്രം. അതിൻ്റെ കാരണം എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീരുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വിശുദ്ധി, അവൻ്റെ നീതി, അവൻ്റെ സ്നേഹം എന്നിവയാണ് നമുക്ക് കാൽവറിയിൽ ദർശിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധിയും അവൻ്റെ നീതീകരണവും അവന് നമ്മോടുള്ള അല്ലെങ്കിൽ മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും ആണ് കാൽവറിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവം തൻ്റെ മക്കളാകുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് മനുഷ്യനായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളിൽ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനായി ജീവനുള്ള ദൈവം മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവൻ ശരീരത്തിൽ വെളിപ്പെട്ടു വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതാണ് മനുഷ്യനായ യേശു ക്രിസ്തു എന്നും തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ സാക്ഷാൽ ദൈവമാണെന്നും അവൻ ശരീരം സ്വീകരിച്ച് ലോകത്തിലേക്ക് മനുഷ്യനായി വെളിപ്പെട്ട് വന്നവനാണെന്നും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി തീരുവാൻ, ബലിയായി തീരുവാൻ, യാഗമായി തീരുവാൻ അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാകുന്നു എന്നും അവൻ്റെ മനുഷ്യത്വം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ ബലിയർപ്പിച്ചതെന്നും നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, അത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കർത്താവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ സകല മനുഷ്യവർഗത്തോടും തിരുവചനം ആവശ്യപ്പെടുകയാണ്. ശിക്ഷാവിധിയിൽ വീഴുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമായി നാം ആരും ചിന്തിക്കരുത്. അത് വളരെ സാരമായിട്ടുള്ളതും വളരെ ഭയാനകവുമാകുന്ന അനുഭവമാണ്. അത്
ഒരു മനുഷ്യർക്കും അങ്ങനെയുള്ളതായ ഒരു ശിക്ഷാവിധി ഉണ്ടാകുവാൻ പാടില്ല എന്ന് സ്വർഗത്തിലെ ദൈവം പോലും ആഗ്രഹിക്കുകയാണ്. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയും സകല മനുഷ്യരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുമാണ് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ, അഥവാ പ്രായശ്ചിത്തയാഗമായി തീരുവാൻ മനുഷ്യരിൽ ഒരുവനെ പോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മാനവകുലത്തിന് രക്ഷ പ്രാപിക്കുവാൻ ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. തെറ്റായി ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും വ്യാജ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉപദേഷ്ടാക്കന്മാരും അവരുടെ ഉപദേശം കേട്ട് അതിൻ്റെ പിന്നാലെ കടന്നു പോകുന്ന മനുഷ്യവർഗവും വളരെയധികം തൻ്റെ പ്രാണന് വേണ്ടി വില കൊടുക്കേണ്ടി വരും. വളരെ ശിക്ഷാവിധിയിൽ അകപ്പെടുവാനിടയായിത്തീരും. അത് വരാതിരിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ദൈവവചനത്തിലൂടെ ഇന്ന് വൈകിയ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവം നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി സത്യോപദേശത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഏഴ് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇളയവന് വേണ്ടി ഈ സമയം അനുവദിച്ചു തന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും സംഘാടകരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നമുക്ക് നമ്മെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വബലനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ ഇളയവന് ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. സംസാരിക്കപ്പെട്ട വചനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാൻ നീ സഹായിക്കണം. കേൾവിക്കാരെ അനുഗ്രഹിക്കണം, ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. ഇതിൻ്റെ അഡ്മിന്മാരെയും ബഹുമാന്യ കർത്താവിൻ്റെ വിലയേറെ ദാസന്മാരെ ദാസിമാരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് നീ സഹായിക്കണം. പ്രാർത്ഥനാപ്രിയൻ കേട്ടതിനായി സ്തുതിക്കുന്നു. മഹത്വം പറ്റിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം.